പര്യവേഷണത്തിനായി മലമുകളിലേക്ക് പോയ ഒരു സംഘം ആളുകളെ അന്വേഷിച്ചെത്തിയ റെസ്ക്യൂ ടീമിന് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞത് വളരെ ഭീകരമായ രീതിയിൽ മരണപ്പെട്ട് കിടക്കുന്ന അവരുടെ മൃതദേഹങ്ങളായിരുന്നു. അതെ, നമ്മളിന്ന് പറയാൻ പോകുന്നത് ഡാറ്റ്ലോ ഇൻസിഡൻറ്റിനെ കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 1959 ജനുവരിയുടെ തുടക്കത്തിൽ യൂറൽ പോളിടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡാറ്റ്ലോവിൻ്റെ നേതൃത്വത്തിലുള്ള 10 ആളുകൾ അടങ്ങുന്ന ഒരു സംഘം നോർത്തേൺ യൂറലിൻ്റെ ഭാഗമായ ഒട്ടോർട്ടൺ എന്ന് പറയുന്ന മലനിരയിലേക്ക് ഒരു പര്യവേഷണത്തിനായി പുറപ്പെടുകയാണ്. എന്നാൽ വഴിക്ക് വെച്ച് കൂട്ടത്തിലെ ഒരാൾക്ക് സുഖമില്ലാതാവുകയും അങ്ങനെ അദ്ദേഹത്തെ തിരിച്ചു പറഞ്ഞയച്ച് ബാക്കിയുള്ള 9 അംഗ സംഘം തങ്ങളുടെ യാത്ര തുടരുകയും ചെയ്തു. പിന്നീട് ഒരു മാസം കഴിഞ്ഞ് തിരിച്ചു വരേണ്ട സമയമായിട്ടും ഇവരെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇവരെ അന്വേഷിച്ച് ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ടീമിനെ അയക്കുകയാണ്. അങ്ങനെ അവിടെ എത്തിയ ആ ഒരു റെസ്ക്യൂ ടീമിനെ ആദ്യം കാണാൻ സാധിച്ചത് ഉള്ളിൽ നിന്നും വെട്ടിക്കീറിയ നിലയിലുള്ള ഇവരുടെ ഒരു ടെൻ്റാണ്. അതിനുള്ളിലാകട്ടെ ആ ഒരു ഹൈക്കേഴ്സ് ഉപയോഗിച്ചിരുന്ന ഷൂ ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. ഈ ഒരു ടെൻറ്റിന് ചുറ്റും നടത്തിയ പരിശോധനയിൽ അവർ പലതരത്തിലുള്ള കാൽപ്പാടുകൾ കണ്ടെത്തുകയുണ്ടായി. പ്രത്യേകിച്ചും ഷൂകൾ ധരിക്കാതെയും അല്ലെങ്കിൽ ഒരൊറ്റ ഷൂവുമൊക്കെ ടെൻറ്റിൽ നിന്നും ഇറങ്ങി ഓടിയ നിലയിലുള്ളതായിരുന്നു ആ ഒരു കാൽപ്പാടുകളൊക്കെയും. അതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളൊക്കെയും ഈ ഒരാളുകളെ അന്വേഷിച്ചുകൊണ്ട് അവർ തിരച്ചിൽ തുടങ്ങി. അങ്ങനെ തിരച്ചിലിനൊടുവിൽ കുറച്ചപ്പുറത്ത് ഫോറസ്റ്റിനടുത്തായി ഇവർ 2 മൃതദേഹങ്ങൾ കണ്ടെത്തുകയാണ്. അടിവസ്ത്രങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ അവരുടെ ശരീരത്തിലുണ്ടായിരുന്നില്ല. പിന്നീട് ടെൻറ്റിൻ്റെ പല ഭാഗങ്ങളിലായി ഡാറ്റ്ലോ ഉൾപ്പെടെയുള്ള 3 ആളുകളുടെ മൃതദേഹങ്ങൾ കൂടി ഇവർ കണ്ടെടുത്തു. ബാക്കിയുള്ളവർക്ക് വേണ്ടി ഇവർ തിരച്ചിൽ നടത്തിയെങ്കിലും അവരുടെ മൃതദേഹങ്ങളൊന്നും തന്നെ ഇവർക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് 2 മാസങ്ങൾക്ക് ശേഷം കാടിനുള്ളിലേക്ക് 75 മീറ്റർ മാറി ഒരു മലയിടുക്കിൽ മഞ്ഞിൽ പുതഞ്ഞ രീതിയിൽ ബാക്കി 4 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുകയുണ്ടായി. അതിലൊരു ബോഡിയുടെ നാവും കണ്ണും ചുണ്ടിൻ്റെ ഒരു ഭാഗവുമൊക്കെ മിസ്സായതായാണ് പറയപ്പെടുന്നത്. ബാക്കിയുള്ളവരുടെയൊക്കെയും തലയോട്ടിയും ചെസ്റ്റും ഒക്കെ തകർന്ന രീതിയിലായിരുന്നു. ഈ ഒരു ബോഡികളൊക്കെയും പരിശോധിച്ച ഡോക്ടർ പറഞ്ഞത് ഒരു കാർ ക്രാഷിൻ്റെ അത്രയെങ്കിലും ആഘാതമുണ്ടാകുന്ന ഒരു അപകടമാണ് ഇവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്നാണ്. കാരണം അത്രമാത്രം ഡാമേജുകളാണ് അവരുടെ ബോഡിയിൽ ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു 9 ഹൈക്കേഴ്സും ദാരുണമായ രീതിയിൽ മരണപ്പെട്ട ഈ ഒരു സംഭവത്തെയാണ് ഡാറ്റ്ലോ ഇൻസിഡൻറ്റ് എന്നറിയപ്പെടുന്നത്. ഇവരുടെ ഈ ഒരു മരണത്തിന് പിന്നിലെ കാരണം ഇന്നും വ്യക്തമല്ല. എങ്കിലും പല തിയറികളും ഇതിന് പിന്നിൽ പറയപ്പെടുന്നുണ്ട്. അതിലൊരു തിയറി പറയുന്നത് ഇവർ ടെൻ്റടിച്ച സ്ഥലത്ത് അവലാഞ്ചി ഉണ്ടാവുകയും അങ്ങനെ ഇവർ ടെൻറ്റിൽ നിന്നും ഇറങ്ങി ഓടി മരണപ്പെടുകയും ചെയ്തു എന്നാണ്. മറ്റു ചിലർ പറയുന്നത് ഇതൊരു സീക്രട്ട് മിലിറ്ററി ടെസ്റ്റ് ആയിരുന്നു എന്നാണ്. എന്നാൽ ഇതിനൊക്കെയും പിറകിൽ സൂപ്പർ നാച്ചുറൽ ഫോഴ്സസ് ആണ് എന്ന് വാദിക്കുന്നവരുമുണ്ട്. എന്തായാലും ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.